ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് റേഡിയേഷൻ്റെ കുറച്ച് ഹിൻസ് നോക്കുകയാണ്. അതിനുശേഷം രണ്ട് പ്രോബ്ലം കൂടി നോക്കാം. ഓക്കെ, റേഡിയേഷൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സിഗ്മ T1/4 മൈനസ് T2/4. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ EB = സിഗ്മ T/4 യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ യൂണിറ്റ് വാട്ടായിരിക്കും. അതായത് Q12 മീൻസ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ബോഡി 1 to 2. അപ്പോൾ ഏരിയ A1 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് ബോഡികൾ തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറാണ് ഈ കാണുന്നത്. ഇവിടെ എമിസിവിറ്റി എപ്സിലോൺ = 1 ആണ്. നെക്സ്റ്റ്, ഇഫ് ദർ ടു ബോഡീസ് വിത്ത് ഡിഫറെൻറ്റ് എമിസിവിറ്റീസ്, ഇവ രണ്ട് ബോഡികൾ അതിൻ്റെ എമിസിവിറ്റി വാല്യൂസ് വേറെയാണ്. എമിസിവിറ്റി 1 ആണെങ്കിലാണ് ബ്ലാക്ക് ബോഡി. അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് Q12 = എമിസിവിറ്റി ബാർ എപ്സിലോൺ ബാർ സിഗ്മ A1 T1/4 മൈനസ് T2/4. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോളണം. ഇത് എവിടെ നിന്ന് വന്നത് ഡാറ്റാ ബുക്കായിട്ടൊന്ന് കണക്ട് ചെയ്യാം. പേജ് നമ്പർ ഡാറ്റാ ബുക്ക്, പുതിയ ഡാറ്റാ ബുക്ക് 92, പഴയ ഡാറ്റാ ബുക്ക് 84 നോക്കണം. അവിടെ ജനറൽ ഇക്വേഷൻ Qij = EBi മൈനസ് EBj ഇൻറ്റു Fij AI എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. നമ്മൾ ഈ I എന്ന് ഉദ്ദേശിക്കുന്നത് 1 എന്ന് എടുക്കാം. J എന്ന് പറയുന്നത് സെക്കൻഡ്, അത് ഫസ്റ്റ് ബോഡി സെക്കൻഡ് ബോഡി. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻ ആ നൊട്ടേഷനിൽ കിടക്കുന്നുണ്ട്. EBi എന്ന് പറഞ്ഞാൽ എമിസി പവർ ഓഫ് എ ബോഡി I, EBj എന്ന് പറഞ്ഞാൽ എമിസി പവർ ഓഫ് എ ബോഡി J, Qij എന്ന് പറഞ്ഞാൽ നെറ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ I ആൻഡ് J. ദാറ്റ് ഈസ് 1-2 ആണെങ്കിൽ എന്ത് വരും? Q12 എന്ന് പറയും. ഈ Fij എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഫാക്ടർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് അതേന്ന് ഞാൻ ഇങ്ങോട്ട് ഡ്രോയിങ്ങിൽ നമ്മൾ ഇതിലേക്ക് വരികയാണ്. നോക്കിക്കഴിഞ്ഞാൽ Q12 = EBi മൈനസ് EBj Fij AI എന്ന് പറഞ്ഞാൽ എഴുതി. ഈ ഐനെ ഞാൻ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? റൈറ്റ് സൈഡിൽ ഇതേക്കുന്നുണ്ടോ? I = 1, J = 2. സോ Q12 = EB എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ T/4. അപ്പോൾ സിഗ്മ T1/4 മൈനസ് സിഗ്മ T2/4 F12 A1 എന്ന് പറഞ്ഞ് നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടി. അതായത് ഈ F12 ഞാൻ അടുത്ത ഇക്വേഷനിൽ എപ്സിലോൺ ബാർ കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. എപ്സിലോൺ ബാർ എന്ന് പറഞ്ഞാൽ എമിസിറ്റിയുടെ സൊല്യൂഷൻ, ദാറ്റ്സ് എഫക്റ്റീവ് എമിസിവിറ്റി ഓഫ് ടു ബോഡീസ്. താഴെ എഴുതിയേക്കുന്ന ഇക്വേഷൻ നമുക്ക് ഡാറ്റാ ബുക്കിൽ ആ പേജ് നമ്പർ ഇത്തനുണ്ട്. 1/1 മൈനസ് എപ്സിലോൺ I ഡിവൈഡഡ് ബൈ AI എപ്സിലോൺ I പ്ലസ് 1/AI Fij പ്ലസ് 1 മൈനസ് എപ്സിലോൺ J ഡിവൈഡഡ് ബൈ AJ എപ്സിലോൺ J എന്ന് കിടപ്പുണ്ട്. ഇവിടെ IJനെ മാറ്റിയിട്ട് ഞാൻ 1-2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എല്ലാം 1 and 2 കിട്ടും. ഇതാണ് നമ്മുടെ എപ്സിലോൺ ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ A1 ഇല്ലാതെ എഴുതിയേക്കുന്നതാണ് സിഗ്മ T1/4 മൈനസ് T2/4. എപ്സിലോൺ ബാറിൻ്റെ ആൻസർ തൊട്ട് മേളിൽ കിടക്കണം, അതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. അപ്പോൾ ആ താഴത്തെ ഡിനോമിനേറ്റർ എടുത്താൽ ഇവിടെയും ഡിനോമിനേറ്ററിൽ വരും. ഇവിടെ നമ്മൾ ഒരു കാര്യം കൊണ്ട് ചെയ്യാണ്, A വെച്ചുകൊണ്ട് ബോത്ത് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും നമ്മൾ മൾട്ടിപ്ലൈയും ചെയ്യുന്നുണ്ട്, ഡിവൈഡും ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. A1 മേളിൽ വന്നു. സിഗ്മ A1 T1/4 മൈനസ് T2/4 1 മൈനസ് എപ്സിലോൺ 1 A1. ഓക്കെ, A1 ഡിവൈഡഡ് ബൈ A1 എപ്സിലോൺ 1 എന്ന് കിട്ടി. പ്ലസ് 1 ഇൻറ്റു A1 ഡിവൈഡഡ് ബൈ A1 F12 എന്ന് കിട്ടി. പ്ലസ് 1 മൈനസ് എപ്സിലോൺ 2 A1 ഡിവൈഡഡ് ബൈ A2 എപ്സിലോൺ 2 എന്ന് പറഞ്ഞ് കിട്ടി. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഇതിൽ A1 ഒക്കെ ക്യാൻസൽ ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ മറക്കാതെ പഠിച്ചു വെക്കണം. ആ ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലങ്ങൾ ഒരു 50% ഈ മോഡ്യൂളുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. റേഡിയേഷനിൽ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫൈനൽ ഇക്വേഷനാണിത്. സിഗ്മ A1 T1/4 മൈനസ് T2/4 1 divided by 1 minus epsilon 1 divided by epsilon 1 plus 1 by F12 plus 1 minus epsilon 2 divided by epsilon 2 into A1 minus A2. അതായത് ഈ ഇക്വേഷനെ ഇങ്ങനെയും കൂടി പറയാം. Q12 is equal to
സിഗ്മ എപ്സിലോൺ ബാർ A1 T1 പവർ 4 മൈനസ് T2 പവർ 4. എപ്സിലോൺ ബാർ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി കുറച്ച് കേസ് നമ്മൾ നോക്കാൻ പോണ്. ക്വസ്റ്റ്യനിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതനുസരിച്ചാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ്, 2 പാരലൽ പ്ലേറ്റ്സ്, ഇൻഫിനിറ്റ്ലി ലോങ് പാരലൽ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പാരലൽ പ്ലേറ്റ്സ് വന്നു കഴിഞ്ഞാൽ F12 എന്ന് പറഞ്ഞ ഷേപ്പ് ഫാക്ടർ അവിടെ ഒന്നായിരിക്കും. A1 ഇസ് ഈക്വൽ ടു A2 ആയിരിക്കും. ഈ കാര്യങ്ങൾ എപ്സിലോൺ ബാറിൽ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. നമുക്കറിയാവുന്ന ജനറൽ എപ്സിലോൺ ബാറിൻ്റെ ഇക്വേഷനിലേക്ക് ഈ F12 ഇസ് ഈക്വൽ ടു 1, A1 ഇസ് ഈക്വൽ ടു A2 എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടും. അതാണ് ആ ബോക്സിൽ ഇട്ടേക്കുന്നത്. 1 ഡിവൈഡഡ് ബൈ 1 ബൈ എപ്സിലോൺ 1 പ്ലസ് 1 ബൈ എപ്സിലോൺ 2 മൈനസ് 1. നെക്സ്റ്റ് കേസ് 2, പൈപ്പ് ഇൻ എ ലാർജ് റൂം ഓർ ട്യൂബ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെയും ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ F12 ഇസ് ഈക്വൽ ടു 1 എടുക്കുക, A1 ബൈ A2 ഇസ് ലെസ് ദാൻ 1 എടുക്കുക. ആ ഒരു ടേമിനെ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വരച്ചിട്ടുള്ള ഡ്രോയിങ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. വലിയ റൂമിനെ A2, അതിനെ 2 എന്ന് കൊടുത്തിട്ട് A2 എന്ന് കൊടുത്തു. അതിൻ്റെ അകത്ത് സ്റ്റീൽ റോഡ് അല്ലെങ്കിൽ പൈപ്പിനെ വെച്ചിട്ടുണ്ട്, അതിനെ 1 കൊടുത്തു. അതിൻ്റെ ഏരിയ A1. ഈ A1 ബൈ A2ൻ്റെ വാല്യൂം F12ൻ്റെ വാല്യൂം ജനറൽ MCTയുടെ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത ടോപ്പിക്കാണ് കേസ് നമ്പർ 3, സിലിണ്ടർ ഇൻസൈഡ് ദി സിലിണ്ടർ ഓർ പൈപ്പ് ഇൻസൈഡ് ദി സിലിണ്ടർ ഓർ കോൺസെൻട്രിക് സിലിണ്ടർ. അതായത് അകത്ത പൈപ്പിനെ 1 കൊടുത്തു, അതിൻ്റെ ഏരിയ A1. പുറത്തെ പൈപ്പിനെ A2 എന്ന് കൊടുത്തു, അതിൻ്റെ ഏരിയ A2. ഇവിടെയും F12 1. ഈ കേസ് 1 കേസ് 2 എന്നൊക്കെ പറഞ്ഞത് ഇവിടെയൊക്കെ F12 കണ്ടുപിടിക്കേണ്ട കേട്ടോ, അതിനു വേണ്ടിയാണ്. AS സർഫേസ് ഏരിയ ഓഫ് ദ പൈപ്പാണ് ഹീറ്റ് ട്രാൻസ്ഫർ എടുക്കുന്നത്, അത് πdL ആയിരിക്കും. ഓക്കെ, ഈ കേസിലും F12 എത്രയാണ്? 1 ആയിരിക്കും. ഇത് നമുക്ക് MCTയിൽ ഇട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഈ കേസ് നമ്പർ 4ലേക്ക് വരികയാണ്. കോൺസെൻട്രിക് സ്ഫിയർ. ഒരു സ്ഫിയറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ അകത്ത് ഒരു ഹോളോ സ്ഫിയറിൻ്റെ അകത്ത് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ദറ്റ് ഈസ് അവിടുത്തെ സർഫേസ് ഏരിയ 4πr² ആയിരിക്കും. ഹെമിസ്ഫിയറിൻ്റെ പ്രോബ്ലം വന്നാലും അവിടുത്തെ സർഫേസ് ഏരിയ 2πr² ആയിരിക്കും. ഈ രണ്ട് കേസിലും F12 ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി അഞ്ചാമത്തെ കേസ് റേഡിയേഷൻ ഷീൽഡ്. റേഡിയേഷൻ ഷീൽഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. റേഡിയേഷൻ ഷീൽഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് പാരലൽ പ്ലേറ്റ്സ് ആണ്. അതിൻ്റെ അവിടെയും F12 ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഈ കേസുകളിൽ നമ്മൾ ഇത്രയും പഠിച്ച കേസുകളിൽ 1 to 5 കേസുകളിൽ നമ്മൾ F12 കണ്ടുപിടിക്കുന്നില്ല. നമ്മളത് ഡയറക്റ്റായിട്ട് 1 എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ള വരാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ F12 കണ്ടുപിടിക്കണം. നോക്കാം. റൂമിൻ്റെ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ വിത്ത് ഫ്ലോർ, സീലിംഗ്, വോൾ ഇത് മൂന്നും കണക്റ്റഡ് ആയിട്ടുള്ളൂ എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഡാറ്റാബേസിൽ ചെന്നിട്ട് F12 കണ്ടുപിടിക്കണം. 2 സിമിലർ സൈസ് സർക്കുലർ പ്ലേറ്റ് അല്ലെങ്കിൽ ഡിസിമിലർ സൈസുള്ള സർക്കുലർ പ്ലേറ്റ് തമ്മിൽ L ഡിസ്റ്റൻസ് ഗ്യാപ്പ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ F12 കണ്ടുപിടിക്കണം. ഓക്കെ, ലാസ്റ്റ് 2 പാരലൽ പ്ലേറ്റ്സ്, അഗെയിൻ 2 പാരലൽ പ്ലേറ്റ്സ്. ഓക്കെ, ഈ പാരലൽ പ്ലേറ്റ്സിൻ്റെ ഗ്യാപ്പ്, രണ്ട് പാരലൽ പ്ലേറ്റുകൾ തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ F12 കണ്ടുപിടിക്കണം. മറ്റേത് ഇൻഫിനിറ്റി ലോങ് ആയിരുന്നു, ഇൻഫിനിറ്റി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇത് ഗ്യാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ F12 കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിറ്റർമൈൻ ദി റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് ബൈ റേഡിയേഷൻ ഫ്രം എ സ്റ്റീൽ ട്യൂബ് ഓഫ് outside diameter 70 mm and 3 meter long at a temperature of 227 degrees Celsius if the tube is located within the square brick conduit of 0.3 meter side and at 27 degrees Celsius. Take emissivity of steel is equal to 0.79 and emissivity of brick is equal to 0.93. അതായത് ബ്രിക്ക് കോണ്ടിറ്റ്, സ്ക്വയർ ബ്രിക്ക് കോണ്ടിറ്റിൻ്റെ നടുക്കായിട്ട് സ്റ്റീൽ ട്യൂബിനെ വെച്ചേക്കുന്നു. ഡ്രോയിങ്ങിൽ കാണിച്ചേക്കുന്ന പോലെ സ്റ്റീൽ ട്യൂബിനെ ഞാൻ 1 നെയിം ചെയ്തു, ബ്രിക്ക് കോണ്ടിറ്റിനെ 2 എന്ന് നെയിം ചെയ്തു. 1 സ്റ്റീൽ ട്യൂബാണല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതാണ്. ഡയാമീറ്റർ D1 ഈസ് ഈക്വൽ ടു 70 mm. അതിൻ്റെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 70 × 10⁻³ മീറ്റർ. അതിൻ്റെ ലെങ്ത് L1 3 മീറ്റർ, T1
227 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരിക്കലും ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യാൻ പാടില്ല, കെൽവിനിലേ ചെയ്യാൻ പാടുള്ളൂ. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 500 കെൽവിൻ കിട്ടും. അതിൻ്റെ എമിസിവിറ്റി 1 ഈസ് ഈക്വൽ ടു 0.79 സ്റ്റീലിൻ്റെ തന്നിട്ടുണ്ട്. ഇനി 2 എന്ന് പറഞ്ഞ് എഴുതുക, അത് ബ്രിക്ക് കോണ്ടിറ്റാണ്. അതിൻ്റെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 300 കെൽവിൻ എന്ന് പറഞ്ഞ് കിട്ടും. അതിൻ്റെ എമിസിവിറ്റി 2 ഈസ് ഈക്വൽ ടു 0.93 കിട്ടും. അതേപോലെ സൈഡ് ഓഫ് ദ ബ്രിക്ക് ക്വാണ്ടിറ്റി ഈസ് ഗിവൻ ആണ് 0.3 മീറ്റർ. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് Q12, റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് Q ഓർ Q12 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സൊല്യൂഷനിലേക്ക് പോകാം. ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എപ്സിലോൺ ബാർ സിഗ്മ A1 T1 പവർ 4 മൈനസ് T2 പവർ 4. എപ്സിലോൺ ബാർ ഇസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ F12 പ്ലസ് 1 മൈനസ് എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 2 A1 ഡിവൈഡഡ് ബൈ A2. ഇതിൻ്റെ അകത്ത് F12 ഇസ് ഈക്വൽ ടു 1 ആണ്, കാരണം സ്റ്റീൽ റോഡാണ്, ഒരു ബ്രിക്ക് കോണ്ടിൻ്റെ അകത്താണ്. ഇവിടെ A1ഉം A2ഉം നമ്മൾ കണ്ടുപിടിക്കണം. എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രണ്ടെണ്ണത്തിൻ്റെയും A1ൻ്റെ ഏരിയ ഓഫ് ദ പൈപ്പും ഏരിയ ഓഫ് ദ ബ്രിക്ക് കോണ്ടിറ്റും കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, കാരണം സൈഡൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അവയോടെ കണ്ടുപിടിക്കേണ്ടി വരും. എന്നാൽ ലാർജ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡ് തന്നിട്ടില്ലെങ്കിലാണ് A1/A2 ലെസ് ദാൻ ഒന്ന് നമ്മളെടുത്തത്. ഇവിടെ നമുക്ക് നോക്കാം. A1/A2 ഇസ് ഈക്വൽ ടു πdL ഡിവൈഡഡ് ബൈ PL, പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്ത്. അപ്പോൾ നമുക്കറിയാലോ, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും സൈഡിൽ ലെങ്ത്ത് ഒരേ ലെങ്ത്താണ്. അപ്പോൾ LL കട്ടായി. സോ πD ഡിവൈഡഡ് ബൈ 4S എന്ന് പറഞ്ഞു. അതിൻ്റെ സൊല്യൂഷൻ 0.183 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എപ്സിലോൺ ബാറിൻ്റെ ഇക്വേഷനിലേക്ക് എല്ലാ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0.7812 കിട്ടും. ഇവിടെ A1/A2 എടുക്കാനുള്ള കാര്യം ഓർക്കുക, രണ്ടെണ്ണത്തിൻ്റെയും ഡയാമീറ്ററും തന്നിട്ടുണ്ട്, സ്ക്വയറിൻ്റെ സൈഡും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ A1/A2 കണ്ടുപിടിച്ചത്. ഇവിടെ F12 1 F12, അതുകൊണ്ട് എപ്സിലോൺ ബാർ നമുക്ക് കിട്ടിയ ആൻസർ 0.7812 കിട്ടി. ഇനി Q12 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മയുടെ വാല്യൂ ഒക്കെ നമ്മുടെ ഡാറ്റ ബുക്കിൽ തന്നെ ഉണ്ട്. കെൽവിനിൽ ടെമ്പറേച്ചർ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 1589.7 വാട്ട് എന്നുകൊണ്ട് കിട്ടും. ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഏരിയ നമുക്ക് എടുക്കേണ്ടത് സർഫേസ് ഏരിയ ആണ്, ഒന്നിൻ്റെ ഏരിയ എടുക്കണ്ട, ഒന്നാമത്തെ ആളുടെ. സോ πD1L1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ഹീറ്റ് ലോസ് ബൈ റേഡിയേഷൻ പെർ മീറ്റർ ലെങ്ത്. അപ്പം ലെങ്ത്ത് 1 ഓഫ് 80 mm diameter pipe at 300 degrees Celsius. If first question, located in a large room with red brick walls at temperature of 27 degrees Celsius. Second question, enclosed in a 160 mm diameter red brick conduit at a temperature of 27 degrees Celsius. Take emissivity of pipe is equal to 0.79. Emissivity of brick conduit is equal to 0.93. ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. ആദ്യം ഒരു ലാർജ് റൂമിൻ്റെ അകത്ത് വെച്ചു. നമ്മൾ കേസ് പഠിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇവിടെയാണെങ്കിൽ A1/A2 വെരി ലെസ് ദാൻ 1 നെഗ്ലിജിബിൾ ആക്കി കളയണം. F12 ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എൻക്ലോസ്ഡിനെ ഒരു 160 mm ഡയാമീറ്ററുള്ള ഒരു ബ്രിക്ക് കോഡിൻ്റെ അകത്തേക്ക് വെക്കുന്നു. അവിടെ നമ്മൾ A1/A2 കണ്ടുപിടിക്കേണ്ടി വരും. അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല πD1L ആയിരിക്കും. നമുക്ക് നോക്കാം. അവിടെ F12 എത്ര ആയിരിക്കും? അവിടെ കോൺസെൻട്രിക് സർക്കിളാണ്. സോ അവിടെ F12 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇവിടെ ഗിവൻ ഡേറ്റ പൈപ്പാണ് ഒന്നാമത്തെ ആളായിട്ട് എടുത്തേക്കുന്നത്. സോ D1 80 mm, R1 ആയി കൺവേർട്ട് ചെയ്യുക 40 mm. സോ R1 0.04 മീറ്റർ എന്ന് കിട്ടും. D2 രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ D2 വന്നിട്ടുണ്ട്, അത് 160 mm. സോ R2 0.08 മീറ്റർ കിട്ടും. ഇനി റൂമിനെ പൈപ്പിനെ 1 എടുത്തു, റൂമിനെ 2 നടത്തേക്കണം. സോ T1 300 ഡിഗ്രി സെൽഷ്യസ്, സോ 573 കെൽവിൻ. T2 300 കെൽവിൻ കിട്ടും. എമിസിവിറ്റി 1.79, എമിസിവിറ്റി 2 ഈസ് ഈക്വൽ ടു 0.93 കിട്ടും. ഇതാണ് നമ്മുടെ ഗിവൻ ഡേറ്റ.
ഇനി ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ അവിടെ എഴുതിയേക്കണം Q12 ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബാർ ഇട്ടുള്ള ഇക്വേഷനിലെ അത് എപ്സിലോൺ ബാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിൻ്റെ ക്ലിയർ സൊല്യൂഷനിലേക്ക് കടക്കാം. ഫസ്റ്റ്, ഇഫ് ദ പൈപ്പ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ലാർജ് റൂം, ആ ഡ്രോയിങ്ങിൽ കാണിച്ചേക്കണം ലാർജ് റൂമിൻ്റെ അകത്ത് ലൊക്കേറ്റ് ചെയ്തേക്കാണ്. F12 ഈസ് ഈക്വൽ ടു 1 നിന്ന് എടുക്കുക, A1/A2 വെറി നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കുക, അതിനെ കട്ട് ചെയ്ത് കളയാം, ക്യാൻസൽ ചെയ്ത് കളയാമെന്ന് അർത്ഥം. Q12 ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബാർ A1 സിഗ്മ T1 പവർ 4 മൈനസ് T2 പവർ 4. എപ്സിലോൺ ബാറിൻ്റെ അകത്ത് A1/A2 എന്നുള്ള ടേം നെഗ്ലിജിബിൾ ആയതാണ്, അത് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ ബാർ കിട്ടുന്നത് 0.79. എപ്സിലോൺ 1ൻ്റെ വാല്യൂ എപ്സിലോൺ 2ൻ്റെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരില്ല, 0.79 കിട്ടും. ഇതിന് Q12 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q12 ഈസ് ഈക്വൽ ടു 0.79. A1 അല്ലേ 2πRL അല്ലെങ്കിൽ πDL, 2πRL ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാരണം അതിൻ്റെ അകത്ത് സ്റ്റീൽ റോഡല്ലേ, റോഡ് എന്ന് പറഞ്ഞാൽ പൈപ്പല്ലേ, അപ്പോൾ 2πRL അല്ലെങ്കിൽ πDL. 5.67 × 10⁻², 573 പവർ 4 മൈനസ് 300 പവർ 4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ Q12 1122.6 വാട്ട് പെർ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പൈപ്പ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ സർക്കുലർ കോണ്ടിറ്റ്, അത് കോൺസെൻട്രിക് സർക്കിൾ, അവിടെയും F12 ഈസ് ഈക്വൽ ടു 1 ആണ് കേസ് ആൻഡ് പ്രകാരം. A1/A2 ഈസ് ഈക്വൽ ടു നമ്മൾ ചെറുതായിട്ട് എഴുതിയേക്കേണ്ട റൈറ്റ് സൈഡിൽ A1/A2 πD1L/πD2L. ഈ പൈയും കട്ടാവും, എല്ലും കട്ടാവും. ഒന്നെങ്കിൽ D1/D2 എന്ന് എഴുതാം, അല്ലെങ്കിൽ R1/R2 എന്ന് എഴുതാം. നമുക്ക് R1/R2 കിട്ടും. അത് A1/A2ൻ്റെ ആൻസർ 0.5 എന്ന് കിട്ടും. നമുക്ക് ജനറൽ ഇക്വേഷനിൽ എപ്സിലോൺ ബാർ സെപ്പറേറ്റും കണ്ടുപിടിച്ചിട്ടും എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരുമിച്ചും എഴുതാം. Q1 ഈസ് ഈക്വൽ ടു A1 സിഗ്മ T1 പവർ 4 മൈനസ് T2 പവർ 4. എപ്സിലോൺ ബാർ ഇട്ടിട്ട് എപ്സിലോൺ ബാർ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൊണ്ടിട്ടാലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ഡയറക്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടുന്നത് Q12 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 861.5 വാട്ട് പെർ മീറ്റർ. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെയും A1 ആണ് എടുക്കേണ്ടത്, 2πRL ഓർ πDL എടുക്കുക. നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യനും പെർ മീറ്റർ ലെങ്ത്തിന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് വാട്ട് പെർ മീറ്റർ വന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി എക്സ്ട്രാ വരെയാണ് റിഡക്ഷൻ ഇൻ ഹീറ്റ് ഫ്ലോ ബൈ എൻക്ലോസിങ് ഇൻ എ ക്വാണ്ടിറ്റി. ഇവ തമ്മിലുള്ള ഡിഫറൻറ്റ് കണ്ടുപിടിക്കുക. ആൻസർ 261.1 വാട്ട് പെർ മീറ്റർ കിട്ടും. ഓക്കെ, താങ്ക് യു.